വീണ്ടും ടീച്ചർ മേരി ടീച്ചറെ ഫാമിലേക്ക് പത്തില തോരൻ വയ്ക്കാനുള്ള ഇലകൾ അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ പത്തില തോരൻ നമ്മൾ നോക്കാനുള്ള തയ്യാറെടുക്കുക. ഒരു 5-6 തരം പത്തില തോരനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇനി നോക്കട്ടെ. ടീച്ചർ പുതിയൊരു ചെടിയെ നമുക്ക് പരിചയപ്പെടുത്തി തരും. ഇതാണ് ഞൊട്ടാഞ്ഞൊടിയൻ. പണ്ടൊക്കെ നമ്മുടെ ഇവിടെ നിറയെ ഉണ്ടായിരുന്ന സാധനമായിരുന്നു. ഇപ്പം നമുക്കിതിനൊരു വിലയില്ലാണ്ട് നമ്മൾ തള്ളിക്കളഞ്ഞു. ഇപ്പം ആമസോണിൽ നിന്ന് 450ഉം 1050ഉം ഒക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ ഫ്രൂട്ട്സ് മേടിക്കുമ്പോഴും നമ്മൾ മനസ്സിലായി ഇത്രയും നല്ല സാധനമായിരുന്നു ഇതെന്ന് മനസ്സിലാക്കി. ഈ ഗോൾഡൻ ഫ്രൂട്ട് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു നിറച്ചു. അതൊക്കെ താറാവൊക്കെ തിന്നു പോയി. അപ്പം ഞാനിതിപ്പോൾ നടാൻ വേണ്ടിയിട്ട് അതിന്റെ ചെറിയ ഇതായിരിക്കും. അത് കഴിഞ്ഞ് തൊണ്ട് പൊളിച്ച് നമ്മള് സ്കൂളിലൊക്കെ പോകുമ്പോ എപ്പോഴും പറിച്ചു തന്നെ സാധനമില്ല. അതൊക്കെ നമ്മുടെ ആരോഗ്യ രഹസ്യങ്ങള്. ഇതൊന്നും ഇല്ലാണ്ടായില്ലേ, അതാണ് പോയത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മള് പറിച്ചു കൊണ്ടുപോയി. ഇതിപ്പോ ഞാൻ അവിടെ പറമ്പിന്ന് പറിച്ചോണ്ട് ഇവിടെ നട്ടിട്ടുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും ഇവിടെ വരുമ്പോ ഓരോന്ന് പറിച്ച് തിന്നാലോ. ഗോൾഡാവും. അതിന് വേണ്ടിട്ടാ. മുരിങ്ങ വെട്ടില്ലേ എപ്പോഴെപ്പോഴും നമ്മൾ മുരിങ്ങ നമ്മുടെ പ്രിയങ്കരനല്ലേ. ഇവിടുത്തെ എല്ലാം നല്ല ഹൈറ്റ് പോവുക. ശൂന്യമുളക് നിങ്ങൾക്ക് ഇതിലിടേണ്ടതല്ലേ, പത്തലയിലിട്ട് വയ്ക്കേണ്ടത്. ശൂന്യമുളക് ഇട്ടിട്ടാണ് പത്തല വെക്കുക. ഇത് നോക്കി ശൂന്യമുളക്. പത്തലയ്ക്ക് ആവശ്യമായ മുളക് ശൂന്യമുളക് ഇട്ടാ പത്തല വെക്കുക. വിഭവങ്ങള് സമായിരിക്കും. പത്തലയ്ക്ക് വേണ്ട സമയം. അപ്പൊ ആദ്യം നമ്മള് മുളക് തന്നെ ചൂനമുളക് പൊട്ടിക്കുന്നു. ശൂന്യമുളകിനെ കുറിച്ചിട്ട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, കൊളസ്ട്രോൾ കുറയ്ക്കുന്നു പറഞ്ഞിട്ട് ശൂന്യമുളക് എല്ലാവരും ഇപ്പോൾ ഓരോ പിടി കഴിക്കുക ചെയ്യണേ. അത് കഴിക്കണ കാരണം കൊണ്ടാണ് നമുക്ക് ഇത് അള്ളി പിടിക്കും ഇതിൻ്റെ എരിവ്. നമ്മൾ കഴിക്കണമെങ്കിൽ ഒരെണ്ണമൊക്കെയാണ് കഴിക്കാൻ പറയണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊളസ്ട്രോൾ, നമ്മൾക്ക് മലയാളിക്ക് എന്തെങ്കിലും ഒരു കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തും വെട്ടി വിഴുങ്ങുക അതുകൊണ്ട് ഇത്തിരി ഇത് കഴിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ മലയാളി. അപ്പം അതുകൊണ്ട് ഈ സാധനം ഒരെണ്ണമൊക്കെ നമ്മൾ ഒരെണ്ണമല്ല ഒരു പീസാ കഴിക്കാൻ പാടുള്ളൂ. അത് കഴിച്ചിട്ടാണ് ഈ ശൂന്യമുളക് അധികം കഴിച്ചിട്ടാണ് അൾസർ വരുന്നതും അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ച കുറയുന്നതും കണ്ണിരിഞ്ഞിട്ട് ഉറക്കമില്ലാത്തതും തലമുടി കൊഴിയണതും തലമുടി കൊഴിയണതും ഒക്കെ ഈ ഒരു ഒറ്റ കാരണം ഉണ്ട്. അതുകൊണ്ട് ഇത് കഴിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിച്ചോളൂ കേട്ടോ. ആവശ്യത്തിന് കഴിച്ചാൽ മതി. പിന്നെ നമ്മുടെ ഇതിൽ കുരു കളഞ്ഞിട്ട് വേണം കഴിക്കാൻ. അങ്ങനെയില്ലേ? പ്രകൃതിയിൽ അത് ഈ കല്ല് വരാണ്ടിരിക്കാനായിട്ട് മുളകിന്റെ കുരു കളഞ്ഞിട്ട് അതിന്റെ ഇത് വട്ടം കീറിയിട്ട് ഇങ്ങനെ പൊളിച്ചിട്ട് ഇടാനാ പറയാ. പൊളിച്ചിട്ടിട്ട് കഴിഞ്ഞിട്ട് അതിന്റെ കുരു എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ കല്ലൊക്കെ കാൽസ്യം കൂടുതലാണ് കുരുവില്. കുറച്ചൊന്നും കഴിക്കണോണ്ട് കുഴപ്പമില്ല. അധികം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് കാരണം കൊണ്ടാണ് അത് ഇട്ടുണ്ടാന്ന് പറയുന്നത്. ഞങ്ങളുടെ വേറെ പേരുണ്ടോന്ന് അറിയില്ല. നമ്മളെ ശാസ്ത്രനാമം ഇംഗ്ലീഷില് അതുണ്ട്. അത് അന്വേഷിക്കണം. നമുക്ക് ഡിക്ഷണറി നോക്കാം. ശാസ്ത്രനാമൊക്കെ എല്ലാവരും നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത്. ശാസ്ത്രമൊന്നും പഠിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. ഇതിൻ്റെ ഗുണങ്ങൾ നമ്മൾ പഠിക്കുക. അതാണ്. ഇതൊക്കെ പനിക്കൊക്കെ ഇത് തിളപ്പിച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പനി മാറും. പിന്നെ വയറിൻ്റെ അസുഖങ്ങൾ, വയറ് നല്ല ശുദ്ധിയാവാനായിട്ട്, വയറൊന്ന് അഴിഞ്ഞു പോകാനൊക്കെ ഇത് ഏറ്റവും നല്ലൊരു സാധനമാണ്. ഞൊട്ടാഞ്ഞൊടിയൻ ടീച്ചറെ പറമ്പിലേക്ക് ഞാൻ കുഴിച്ചിട്ട് അതിന് മതിയായ രീതിയിൽ കുഴി മണ്ണിട്ട് മൂടുകയാണ്. അപ്പം ഞൊട്ടാഞ്ഞൊടിയൻ കുഴിച്ചിട്ട് കഴിഞ്ഞു. ഓക്കെ. പഴുത്തിട്ടുണ്ടായിരുന്നില്ല. വേണ്ട, ഇപ്പൊ പഴുത്ത് തുടങ്ങി. ഇതിൻ്റെ ഉള്ളിൽ ഇത് തൊലി ഇങ്ങനെ നല്ല പഴുത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലെ കുരു കപ്പലണ്ടി പോലെ തന്നെ പുറത്തെ അകത്തും കഴിക്കാം. പുറത്ത് നല്ല മധുരം, നല്ല ചുമപ്പർ, നല്ല റെഡ് കളറാവണം. എന്നാലും അതിനൊരു രുചി ഉണ്ടാവുള്ളൂ. ഇനി വേറൊരു മരം ഉണ്ട് അവിടെ എന്ന് പറയുന്ന ചെടിയാണ്. അതുപോലെ ഉണ്ടായി പൂത്തിട്ടുള്ളൂ. ഇപ്പം പൂക്കണുള്ളത്. ഇതിന്റെ പ്രത്യേകത എന്ന് അങ്ങനെ കായ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് സ്വയം പരാഗണം നടത്താൻ പറ്റില്ല. അപ്പൊ നമ്മള് ഈ മറ്റുള്ള ചെടികൾ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട്
പരാഗണം നടത്തിക്കണം, എന്നാലേ കായ ഉണ്ടാവും. അതും ഉണ്ടായിട്ടുണ്ട് നിറയെ. നല്ല മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയും ഇതിനെ. നല്ല പാല് പോലെ നല്ല ടേസ്റ്റാ. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർ പോലെ ഇരിക്കും. അതുകൊണ്ടാണ് അതിന് സ്റ്റാർ ആപ്പിൾ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ഇങ്ങനത്തെ ഈ ഇല പോലെ കാണുമ്പോ എല്ലാവരും ഭംഗിന്ന് വിചാരിച്ചിട്ടിരിക്കും. പക്ഷെ ഈ സാധനം എന്താന്ന് കായ ഉണ്ടാവാറില്ല. കാരണം ഈ ഇതിങ്ങനെ ഒട്ടിക്കാത്ത കാരണം കൊണ്ട് കായ ഉണ്ടാവില്ല. 2-3 വർഷം എനിക്ക് കായ ഉണ്ടായില്ല. ടീച്ചർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ യൂട്യൂബിൽ തന്നെ കണ്ടിട്ട് നോക്കിയതാ. അപ്പൊ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ ആക്കി കഴിഞ്ഞപ്പോ നിറയെ കായ ഉണ്ടായി. പക്ഷെ അണ്ണാൻ കൊണ്ടൊന്നും കഴിഞ്ഞാലൊന്നും കിട്ടില്ല. അണ്ണാൻ കൂടുതൽ തിന്നുകൊണ്ട് പോയി. ഒഴിച്ചിട്ട് ഉണ്ടാക്കി നമ്മൾ ഉണ്ടാവില്ല എന്ന് പറയില്ലേ, കാരണം മൂത്രം മാത്രം ഒഴിച്ചിട്ട് ഉണ്ടായ കായക്കൊല എത്തി. കാട്ടുചേമ്പ് 10 കിലോയിലേക്ക് ആദ്യമായിട്ട് ചേമ്പിന്റെ താളും ചേമ്പിന്റെ അരി മുറിച്ച് പണ്ടൊക്കെ താളും തകരയും വെക്കാന്ന് പറയില്ലേ, ആ താളാണ് ഇത്. നമ്മള് നട്ട താളിനേക്കാളും കൂടുതൽ ഔഷധ ഗുണമുള്ളതാണ് ഇത്. ഇത് രക്തശുദ്ധീകരണത്തിനും അതുപോലെ തന്നെ ചർമ്മരോഗങ്ങൾക്കും. ഇതിന്റെ ഇല ഉപയോഗിക്കില്ലേ? ഇലയും ഉപയോഗിക്കാം, ഇത് തണ്ട് ഉപയോഗിക്കാം. ഇത് ചെറുതായിട്ട് ചൊറിയും. സാധാരണ ഈ പത്തലയിലിടുമ്പോൾ അത്ര ചൊറിച്ചിലുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ പണ്ട് കാലത്തൊക്കെ പുളി പിഴിഞ്ഞൊഴിക്കാറുണ്ട് ഇതിനകത്ത് വെക്കുമ്പോഴേ. ചെറിയതായിട്ട് പുളി വെക്കും. വെള്ളം പിഴിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചൊറിച്ചിലുണ്ടാവില്ല. അങ്ങനെ ചെയ്യും. പിന്നെ ഇവിടുത്തെ കഴിഞ്ഞില്ല ടീച്ചർ? അവിടെ ഒന്നുമില്ലല്ലോ. മത്തൻ്റെ ഇല പൊട്ടിച്ചോണ്ടിരിക്കുന്നു. അപ്പം 10 കിലോയ്ക്ക് 2ാമത്തെ ഇല ആയിട്ടുണ്ട് കേട്ടോ മത്തൻ. മത്ത നമുക്ക് രണ്ടെണ്ണം കൂടുതൽ പൊട്ടിക്കാം. വീട്ടിൽ വന്നിട്ട് പിന്നെ ഒരു സുപ്പ് എടുക്കാം. അതെ, വീട്ടില് ഇതിന്റെ കൂടെ ഇല്ലാണ്ടേ വേറൊരു സുപ്പ് എടുക്കാന്ന് പറയാം. മത്ത കുമ്പള അവിടെ ഇല്ലേ? അവിടെ നിക്കണതോ? തറവാട്ടുകാരുടെ വീടിന്റെ അവിടെ. നമ്മൾ കുമ്പളത്തിൻ്റെ ഇല 10 തോരൻ കൂടാതെ വീട്ടിൽ പിന്നീട് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ധാരാളം പൊട്ടിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞു 10 തോരൻ. 2ാമത്തെ ഐറ്റം മത്തയുടെ കുരുവൊക്കെ നമ്മൾ വെറുതെ കളയില്ലേ. ഈ മത്തക്കുരു വളരെ നല്ലതാ നമ്മുടെ കല്ല് പോകാനായിട്ട്. വറുത്തിട്ട് പണ്ടൊക്കെ നമ്മൾ അരിയിലിട്ടിട്ട് വറുത്ത് അരി വറുത്ത് കഴിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ആരോഗ്യം പോയതിന്റെ കാരണങ്ങൾ. ഇതൊക്കെയാ മത്തക്കുരു ഇപ്പൊ അതൊക്കെ നമുക്ക് മേടിച്ച് തിന്നാൻ നമുക്ക് ഇഷ്ടം. നമ്മുടെ വീട്ടിലുണ്ടാവുന്നത് നമ്മൾ കൊണ്ടുപോയി കളയും. അതാണ് കാര്യം. ആരാരും പണിയെടുത്തിട്ട് പൈസ കൊടുത്ത് മേടിക്കാൻ മടിയില്ല. ഇനി നമുക്ക് ആ കത്തി കൊണ്ടുപോവാ. അത് മുറിച്ചോ? ഒത്തിരി നാര് സമ്പുഷ്ടാണ് ഇതില്. ഇതെങ്ങനെ മുറിക്കേണ്ടത്? ഇങ്ങനെ മുറിച്ചോ? ഇവിടുന്ന് മുറിച്ചോ? അല്ലെ തണ്ടും കൂടി ഇട്ടാലും നല്ല തണ്ടും കൂടി കൂട്ടിട്ടേ വെക്കുക. നല്ല കാൽസ്യവും അതുപോലെ തന്നെ കാള് 3 ഐറ്റം. ചേന, ചേമ്പ്, പിന്നെ തഴുതായ്മല്ലേ വേണ്ട. അപ്പൊ നമുക്കിനി വേപ്പിൻ്റെ ഇല പൊട്ടിക്കാം കുറച്ച്. വേപ്പിൻ്റെ ഇല ടീച്ചർ പറഞ്ഞ വേപ്പിൻ്റെ ഇല പൊട്ടിച്ച് കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ടീച്ചറെ മുരിങ്ങ വർഷക്കാലത്ത് മുരിങ്ങയുടെ ഇല കഴിക്കുക പറയുന്നത് എന്താ വാസ്തവയില്ലേ? ശരിക്കും പണ്ട് കാലത്തൊക്കെ നമ്മുടെ മുരിങ്ങ കിണറിന്റെ അടുത്തായിരിക്കും വെള്ളം ശുദ്ധീകരിക്കാനാത്രേ ഈ മുരിങ്ങയുടെ ഇല മുരിങ്ങ നടന്നത്. അപ്പോൾ വർഷക്കാലത്ത് അധികം മഴ ഉണ്ടാവുമ്പോൾ ഇതിന്റെ ഇലകളിലേക്ക് വരെ ഈ വിഷാംശം ചെല്ലുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടാണ് മുരിങ്ങയുടെ ഇല ഈ കർക്കിടക മാസത്തിൽ കഴിക്കരുതെന്ന് പറയുന്നത്. പക്ഷെ അതല്ല, എൻ്റെ നിഗമനം അതല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങയില കഴിച്ചാൽ നല്ലോണം വയറഴിഞ്ഞു പോകും. മുരിങ്ങയില കഴിച്ചാൽ ലൂസ് മോഷൻ അല്ല. ശരിക്കും മുരിങ്ങയില കഴിക്കുമ്പോ എന്താ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൊടുക്കുന്ന കഫമാണ് പോവുക. ആ കഫം പോയി ശരീരത്തിനെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്.
പക്ഷെ നമ്മളെന്താ വിചാരിക്കുക, അയ്യോ വയറിളക്കെന്നും പറഞ്ഞിട്ട് കഴിക്കാണ്ടിരിക്കും. അപ്പം അത് കാരണം കൊണ്ട് മുരിങ്ങയുടെ ഇല അതുകൊണ്ടായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നത്. വർഷക്കാലത്ത് കഴിച്ചു കഴിഞ്ഞാൽ വയറിളകി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വർഷക്കാലത്ത് കഴിക്കാണ്ട്. ഞാൻ എല്ലാ കാലത്തും കഴിച്ചിട്ടുണ്ട്. നമുക്ക് മരുന്നിനൊന്നും ഒരു ക്ഷാമമില്ല, ഇതൊക്കെ നിറച്ച് മരുന്ന് ഉണ്ട്. ഇപ്പം ഇതൊക്കെ ഉപ്പേരി വയ്ക്കും. ഇതെന്തൊരു സാധനം എന്നറിയാമോ? വെള്ളിത്തണ്ട. പക്ഷെ ഇത് കിഡ്നിക്ക് സ്ലേറ്റ് മാക്കാണ്. പക്ഷെ ഇത് കിഡ്നിയുടെ രോഗങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സാധനം. ഉപ്പേരി വയ്ക്കാറുണ്ടല്ലേ? അവിടെ ഞങ്ങള് പെരുലൂരാകുമ്പളേ പറമ്പിൽ വേണ്ടതാ നിറച്ചുണ്ടാവും. ഇതേനാ നമ്മുടെ സാധനം. ഇത് പറക്കണം. പത്തലയിലും മെയിനായിട്ട് സാധനം ആനത്തുമ്പ. അതന്നെ ആനക്കെടുത്തുമ്പാന്ന് ഞങ്ങള് പറയാം. ആനക്കെടുത്തുമ്പ ഇത് പത്തലയിലെ മെയിനാണ്. ഇതൊരു ചൊറിച്ചിലുണ്ടാവും. ചൊറിച്ചില് അത് ആ തണ്ടുമ്മ പിടിച്ച് പത്തലയില് മെയിനായിട്ട് ചേർക്കണ്ട. ഇവിടേക്ക് വരാൻ പാടില്ല. പുറത്തിന്റെ കൈയുടെ പുറത്തുനിന്ന് ഭയങ്കര ചൊറിച്ചിലായിരിക്കും. ഉള്ളം കയ്യിൽ പിടിച്ചാൽ ചൊറിയില്ല. എന്നിട്ട് അരിയുമ്പോൾ തന്നെ അതൊന്ന് വെള്ളത്തിലിട്ടിട്ട് കഴിക്കഴിഞ്ഞാൽ ഭയങ്കര. എനിക്ക് ചീരകളിൽ ഇലക്കറിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം അത്. നല്ല ടേസ്റ്റ്. എല്ലാവരും പറയും, ഞാൻ അവിടെ വളർത്തുമ്പോൾ എല്ലാവരും പറയേ അപ്പൊ ഞാൻ പറയാം എനിക്ക് പരിപ്പിട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ പത്തലയിൽ ഇത്ര ഐറ്റംസ് ആയിണ്ട്. ഇത് കൂടെ പൊട്ടിക്കാം. പത്തിലോ ഇത് ഞാൻ ആലോചിച്ചുള്ളൂ ഇപ്പൊ തന്നെ കിട്ടുക. ഇവിടെ കിട്ടാന്നുള്ളത് അത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പത്തല ഇതാണ് ഞങ്ങളുടെ വിശാലമായ പറമ്പ്. എന്നിട്ട് പറയാ വേറെ നിങ്ങൾ എന്താ പറയണേ? ഇതിന് ഞാനിത് ഇത് കണ്ടിട്ടൊക്കെ ഉണ്ട്. മിണ്ടാമുണ്ടിക്കായ എന്ന് പറയും ഇതിന് ഞങ്ങളുടെ അവിടെയൊക്കെ. കഴിക്കില്ല. അല്ല, ഇത് പത്തലയില് പെട്ടതായത്. അതുകൊണ്ടാണ് ആയുർവേദ കോവിലാന്ന് പറയുന്നത്. 5 പേരില് കൊല്ലാണ് എല്ലാം 5 ഈ കാണുന്ന പറമ്പ് മുഴുവനും നമ്മുടെ സിനിമാ നടൻ ടി ജി രവിയുടെ ടയർ കമ്പനി. ഇത് കോലോയിലെ ഒരു ടയർ കമ്പനി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ സ്ഥലം കാണാൻ പറ്റി. ഇപ്പോൾ അത് ടയർ കമ്പനി നിർത്തിയിട്ട് എത്ര വർഷം ടീച്ചറെ? 10-15 വർഷമായിട്ടുണ്ടാവും. ടീച്ചർ ടയർ കമ്പനി ഇല്ല, നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ടയർ കമ്പനി. ഒത്തിരിയേറെ ആൾക്കാർക്ക് ജോലിക്കാരുണ്ടായിരുന്നതാണ്. നാരായണ ഇതല്ലായിരുന്നു കോലോയിൽ. ഞങ്ങളുടെ ഒരു അയൽവാസി ഉണ്ട് നാരായണൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഇവിടെയാണ് ഈ ടയർ കമ്പനിയെ ജോലി ചെയ്തത്. എത്ര സ്ഥലം ഉണ്ട്? ഇത് 3 ഏക്കർ. 3 ഏക്കർ ഭൂമിയിലാണ് ഈ ടയർ കമ്പനി. അതൊക്കെ മാറ്റിയിട്ട് പിന്നെ ഒരു ഈ ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ ഒരു സെന്റർ വന്നു. അതും അത്ര സക്സസ് ആയില്ലേ. അപ്പൊ അത് മാറ്റിയിട്ട് ഇതാക്കി. കമ്പനിക്ക് വേണ്ടിയിട്ട് ട്രാൻസ്ഫോമർ അതിന് മാത്രമായിട്ട് കൊണ്ടുവന്നുള്ളത് ടയർ കമ്പനിക്ക്. ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ടാവില്ല, കാരണം കണ്ടമാനം കറണ്ട് വേണമല്ലോ. പത്തിലയില് താഴ്മ ചേർക്കേണ്ടതാണ്. ഇപ്പൊ നമുക്ക് അതും കിട്ടിയിട്ടുണ്ട്. മൂത്രസംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ഇത് നല്ലതാ. തഴുതായ്മയും ചെറുള്ളിയും കൂടി വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മൂത്രത്തിൽ പോയപ്പോ പമ്പ കിടക്കും. അതുപോലെ തന്നെ ഹാർട്ടിന് ഈ തഴുതായ്മയും നമുക്ക് പണ്ട് ഞാൻ ഗുരുവായൂർ ജോലി ചെയ്യുമ്പോൾ സ്ഥിരം തഴുതായ്മ കൊണ്ടുവന്നിട്ട് കറി വെച്ചു. ഈ തഴുതായ്മയും കറുകയും തുളസിയുടെ ഇലയും അതുപോലെ തന്നെ കൂവളത്തിന്റെ ഇല 6 കൂവളത്തിന്റെ ഇലയും ഒരു 10-30 തഴുതായ്മയും അതുപോലെ തന്നെ തുളസി ഒരു 10-30 തുളസിയുടെ ഇലയും ഒരു പിടി കറുക ഇട്ടിട്ട് അത് അടിക്കുക. ജ്യൂസ് അടിച്ചിട്ട് ഡെയിലി കഴിച്ച ഒരു കഷ്ണം കുമ്പളങ്ങി ഇടാം. ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിന്റെ എല്ലാ കംപ്ലൈന്റും മാറി കിട്ടും. ബ്ലോക്കൊക്കെ തന്നെ മാറും. വെറും വയറ്റിൽ കഴിക്കണം. 5 തഴുതാഴ്മ, തുമ്പ, ചേമ്പ്, ചേന, 1, 2 കുമ്പളത്തിന്റെ ഇല. അപ്പൊ ഐറ്റംസ് ഏകദേശം അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പോണ വഴി വക്കിലുണ്ടാവും. അവിടെ ഒരെണ്ണുണ്ടായിരുന്നു, അവിടെ 2 അത് കേടായി. നമ്മൾ തകര ഈ പറമ്പിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, കിട്ടാതിരിക്കില്ല.
ആവശ്യമായിട്ട് കാണില്ല. അവിടെ രണ്ടെണ്ണുണ്ട്, പക്ഷെ അതിന്റെ ഇലയൊക്കെ ഇങ്ങനെ പുഴു തിന്നു. നല്ലോണം പുഴുക്കൾക്ക് നല്ല ഇഷ്ടമുണ്ട്. ഇത് വേണ്ടല്ലോ. ഇത് എന്നിട്ടാ അതാ മഞ്ഞച്ച് മഞ്ഞപ്പൂവല്ല അത്. അത് നമ്മള് ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മള് ഈ കർക്കിടക മാസത്തിലല്ല എന്നും ഇതൊക്കെ കഴിക്കേണ്ടതാ. നമുക്കൊരു രോഗം ഉണ്ടാവില്ല. അതിന് നമ്മള് കർക്കിടക മാസത്തിൽ ഒരു ദിവസം അത് അങ്ങനെയെങ്കിലും ഒരത്തിൽ ചെല്ലട്ടെ. ഇതാണ് ഇത് ഇതെടുത്തോ. ഈ ചീര കറി വെക്കാം, അതിൽ കൂട്ടാം. ചീര അതിൽ പെടുന്നതിന് പത്തലയിൽ പെടുന്ന നമുക്ക് ലോക്കലായിട്ട് കിട്ടുന്ന ഏത് ഇലകളും ഇടാം. പിന്നെ മുത്തള്, ചില ആൾക്കാർ കൊടവൻ്റെ ഇല ഇടും, മുത്തളിടും, പിന്നെ കീഴാർനെല്ലി ഇടും. കീഴാർനെല്ലിയൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ റോട്ടിൽ നോക്കുമ്പോ നല്ല കിട്ടിയെങ്കിൽ നമുക്ക് പൊട്ടിക്കാം. ഇതെല്ലാം നല്ലോണം കഴുകിയിട്ട് കേടൊന്നും ഇല്ല. അതാ ഞാൻ പറയുന്നത്, പുഴുക്കേടല്ലേ ഉള്ളു, വേറെ വിഷമൊന്നും ഇല്ലല്ലോ. നമ്മൾ മേടിക്കണത് എന്താ പിന്നെ റോഡ് സൈഡല്ല. ഇതിപ്പോ ഉള്ളിലല്ലേ, കുഴപ്പമില്ല. നല്ലോണം കഴുകിയെടുത്താൽ മതി. പിന്നെ ഇത് നോക്കിയാൽ ഇതാണ് മുക്കാപ്പിരിയൻ. ഇത് ഈ കുട്ടികൾക്കൊക്കെ വയറ്റിന്ന് പോകാണ്ടിരിക്കുമ്പോ പണ്ട് കാലത്തൊക്കെ ഇതാ കൊടുക്കുക. ഇതിന്റെ ഇത് വാട്ടി പിഴിഞ്ഞ് ഇതിന്റെ നീര് കൊടുക്കുക. ഇപ്പൊ നമുക്കും വലിയവർക്കും ഇപ്പൊ വയറ്റിന്ന് നിന്നും എല്ലാവർക്കും വയറ്റിന്ന് പോകാത്തല്ലേ ഏറ്റവും വലിയൊരു കേട്. അപ്പൊ അതിലേക്ക് ഇപ്പൊ നമുക്കും ഈ പേരിൽ ഇതൊക്കെ കൂട്ടിയാലും നല്ലത് തന്നെയാ, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ മുക്കുറ്റിയുണ്ട, ഇതൊക്കെ നിറയെ മുക്കുറ്റിയാ. കളർ വെക്കാനായിട്ട് നീ ദിവസവും കഴിച്ചോ? കളർ വെക്കാൻ ഏറ്റവും നല്ല സാധനമാണ്. മെൻസസിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ, വയറുവേദനയൊക്കെ ഉണ്ടാവില്ലേ, പീരീഡ് കറക്റ്റൊക്കെ ആവാത്തതിന് മെൻസസ് ആവണേന് 7 ദിവസം മുമ്പേ തുടങ്ങിയിട്ട് ഒരു 10 കട എടുത്തിട്ട് ഇത് അടിച്ച് അതിൽ ഇത്തിരി കുരുമുളക് ജീരകവും ഇട്ടിട്ട് കഴിക്കുക. എല്ലാ ദിവസവും ജ്യൂസായിട്ട് കുടിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 10 ദിവസം മെൻസസിന് 7 ദിവസം മുമ്പേ കുടിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത മാസം അങ്ങനെ ഒരു 3 മാസം അടുപ്പിച്ച് കഴിച്ചാൽ വയറുവേദനയും മാറും, യൂട്രസും ക്ലീൻ ആവും, യൂട്രസ് സംബന്ധമായിട്ടുള്ള ഒരു രോഗം ഉണ്ടാവില്ല. നല്ല കളർ വെക്കാനും നല്ലത് തന്നെ. പയറിൻ്റെ ഇല കറി വെക്കുമ്പോൾ ഒരു കട്ടുണ്ട് പയറിൻ്റെ ഇലക്ക്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ അരിഞ്ഞിട്ട് ശരിക്കും അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ് പണ്ട് കാലത്ത് എടുക്കുക. കട്ട് കളയാൻ വേണ്ടിയിട്ട് അതിൽ ചെറിയൊരു വിഷാംശം ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കൊള്ളിയിലൊക്കെ ഉള്ള പോലെ. അപ്പോൾ അത് കാരണം കൊണ്ട് അതൊന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് എടുക്കാന്നാ പറയണേ. അപ്പോൾ നമുക്ക് പത്തലയിലേക്ക് പയർ കിട്ടിക്കഴിഞ്ഞു. കിളുന്തല കളിരെല്ലാണ് പൊട്ടിക്കുന്നത്. പത്തല ഇതിലേക്ക് വേണ്ട അത് ഒത്തിരി നമുക്ക് ഇതിലിടാൻ പറ്റാവുന്നുണ്ട്. ഇപ്പൊ കീഴാർനെല്ലി തന്നെ 2 തരം നമ്മുടെ പത്തല പയറിൻ്റെ ഇല 2 തരം കീഴാർനെല്ലുണ്ട്. കീഴാർനെല്ലി അതൊക്കെ അറിയില്ല കേട്ടോ, ഞാൻ കീഴാർനെല്ലി എന്ന് പറഞ്ഞാൽ കീഴ്ക്കായ നെല്ലിയാണ്. അതാണ് കീഴാർനെല്ലി എന്ന് പറയുന്നത്. അടിയിലാണ് ഇതിന്റെ കായ, അതാണ് കീഴാർനെല്ലി എന്ന് പറയുന്നത്. ഇത് ഹാർട്ടിനും ഇത് ലിവറിനും രണ്ടും രണ്ടാ ഉപയോഗം. വെള്ള ലിവറിന് നല്ലതാ, ഇത് ഹാർട്ടിന് നല്ലതാ. അപ്പൊ ഇനി എന്താ കിട്ടണ്ടത്? ഇനി ഏറ്റവും നല്ലൊരു സാധനം ഉണ്ട് ഇവിടെ കിട്ടും. ഉഴിഞ്ഞ കഞ്ഞി വെച്ച് കുടിക്കും കർക്കിടക മാസത്തിൽ. കണ്ട, ഇത് ദശപുഷ്പത്തിൽ പെട്ടതാണ് ഉഴിഞ്ഞ. ഇഷ്ടം പോലെയാണ് ഇവിടെ നിറയെ ഉഴിഞ്ഞ കിഴി കുത്താനായിട്ടൊക്കെ ഉപയോഗിക്കും. ഉഴിഞ്ഞ കഞ്ഞി വെച്ച് മണുണ്ട് അല്ലേ? പിന്നെ ഇങ്ങനെ ഇതുമ്പോ ഇങ്ങനെ പടക്കം പോലെ ഇങ്ങനെ ആവും കിടക്കും. പിന്നെ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇത് അരച്ചിട്ട് കഴിഞ്ഞാൽ അപ്പ പോയി ഉളുക്കൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ ഇത് അരച്ച് പറ്റിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉളുക്ക് മാറും. ഒടിച്ചിലിനൊക്കെ ഏറ്റവും നല്ല സാധനമായിരുന്നു. മുറിയൊക്കെ കൂടുവേ. ഇതിപ്പോ കുറച്ച് കഴിഞ്ഞാൽ ആർക്കും അറിയില്ലേ, പ്രായമാകുമ്പോ നമുക്ക് ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് പഠിച്ചാൽ ടീച്ചർക്ക് അറിയാം. അല്ലെങ്കിൽ ആർക്കറിയാം. അല്ല, നമ്മള് ആട് തിന്നാത്തതൊക്കെ മരുന്നാന്നാ പറയാ. ആട് തിന്നണ എല്ലാ സാധനങ്ങളും മരുന്നാണ്. പക്ഷെ കാഞ്ഞിരം മാത്രം
ഉപയോഗിക്കാൻ പാടില്ല, അത് കഴിക്കും, അതിന് വിഷമുണ്ട്. ബാക്കി ആട് തിന്നും ഇത്ര കാഞ്ഞിരും, പക്ഷെ അത് കഴിക്കാൻ പാടില്ല. ബാക്കി എല്ലാ മരുന്ന് ഈ ഇലകൾ തിളപ്പിച്ച് നമ്മൾ കുടിച്ചാലും അല്ലെങ്കിൽ ഉപ്പേരി വെച്ചതൊക്കെ അതാണ് ഞാൻ എല്ലാത്തിന്റെയും നമ്മൾ ഇടുന്നത്. ഹാർട്ടിനും കിഡ്നിക്കും ലിവറിനും ഓരോന്നിനും എല്ലാ അസുഖങ്ങളും മാറും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇന്നത്തെ സ്ഥിതിയിൽ നമ്മുടെ എല്ലാ അവയവങ്ങളും പോയിരിക്കും. അപ്പൊ അതിനെല്ലാം ആവശ്യമായിട്ടുള്ള മരുന്ന് നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എനർജറ്റിക്കായി ഒരു അസുഖമില്ലാണ്ട് സുന്ദരമായിട്ട് ജീവിക്കുക. നമ്മൾ ഈ അവിടെ ഇവിടെ പോയി ആ വിഷം ഈ വിഷം മേടിച്ച് തിന്നണേലൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധനം നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറിയത് കൂടിയിട്ടാണ്. പിന്നെ പറഞ്ഞ് ഇത് പൊട്ടിക്കാനും പാക്ക് ചെയ്ത് കിട്ടുന്നു രണ്ടാണ്. പാക്ക് ചെയ്ത് കിട്ടുമ്പോ പെട്ടെന്ന് ഇപ്പൊ എല്ലാം പാക്ക് ചെയ്ത് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ. മരുന്ന് കഞ്ഞി വെച്ച് കുടിക്കാൻ ആൾക്കാർക്ക് വിഷമ. അതിപ്പോ മരുന്നിന്റെ ഉണ്ടായിട്ട് കിട്ടുമ്പോ അതാണ് ആൾക്കാർക്ക് താല്പര്യം. സിജിയുടെ മരുന്നുണ്ട് എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. വീട് കണ്ടില്ലേ, പ്രകൃതി സൗഹൃദ ഭവനാണ് ടീച്ചർ. ഈ വീട്ടില് ഇത് പുറത്ത് തേക്കാത്ത കാരണം കൊണ്ട് നല്ല കൂളിങ്ങാ. ഈ വീട് പുറമെ തേക്കാത്ത കാരണം കൊണ്ട് നല്ല കൂളിങ്ങാ. അതിൻ്റെ ഉള്ളിൽ ഫാനേ ഇടേണ്ട ആവശ്യമില്ല, അത്ര നല്ല ഇതാ. അടിയിൽ മുകളിൽ ഓട് വെച്ച് വാർത്തേക്കാണ്, അടിയിൽ പുറമെ തേച്ചിട്ടില്ല. അപ്പം അത് കാരണം കൊണ്ട് എപ്പോഴും നല്ല എയർ കണ്ടീഷൻ പോലെ ഇരിക്കും വീട്. ഇതാണ് എൻ്റെ കുമ്പള. ഇത് മത്ത, അത് കുമ്പള. അതേ കുമ്പളങ്ങ ഉണ്ടായി നിൽക്കണു. ഏതാ മത്തങ്ങ? മാറി മാറി ഞാൻ ജ്യൂസ് അടിച്ച് കുടിച്ചുകൊണ്ട് വെക്കാൻ. അതല്ല ഇതിന് മാറി മാറി ഷീറ്റിന്റെ നല്ലതല്ല നല്ലത് തന്നെയാണ്. ആ കുമ്പളങ്ങയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഒരു കുമ്പളങ്ങ, ചെറിയ കുമ്പളങ്ങ, രണ്ട് കുമ്പളങ്ങ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നമുക്ക് കുമ്പളങ്ങേരെ നമുക്ക് 10 സമാഹരിച്ച് കഴിഞ്ഞ് അറിവും കിട്ടി. ടീച്ചറുടെ സഹായം കൊണ്ട് അറിവ് കിട്ടി. അപ്പൊ നമ്മൾ ഇനി വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ടീച്ചർ അപ്പൊ ഇനി എൻ്റെ ഫ്രണ്ട്സാണ് ഇവര്. ഞങ്ങള് പ്രകൃതിയെ കുറേ വർഷങ്ങളായിട്ട് പ്രകൃതി ജീവനായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവര് ഇങ്ങനെ ഒരു സംരംഭം നമുക്ക് കിട്ടിയ അറിവുകൾ മറ്റുള്ളവരേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നത്. അവർ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, കുക്കിങ്ങും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നമുക്ക് വിഷമില്ലാത്ത ഭക്ഷണം നമുക്ക് എങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളെ കൊണ്ട് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നാട്ടുകാർക്കൊരു അറിവ് കിട്ടാൻ. നമ്മൾ പറിച്ചു കളയുന്ന ഈ ഫുഡും സാധനങ്ങളൊക്കെ മരുന്നാണെന്നും അത് നമുക്ക് ഔഷധ ഗുണമുണ്ട്, നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ലതാണെന്നും അറിയിച്ച് മറ്റുള്ളവരെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ വീഡിയോ ചെയ്യണത്. യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പൊ ഇനി ഇവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും നല്ല കർത്തവ്യം. ഇപ്പോൾ ഇഷ്ടംപോലെ ഇപ്പം എൻ്റെ കുട്ടികളൊക്കെ ഒത്തിരിയേറെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികളോട് ഞാൻ പറയാറുണ്ട്. ഒരു കാര്യം പറയട്ടെ, ഇനി മേരി ടീച്ചറെ കുറിച്ച് കൂടുതൽ അറിയുന്ന എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം എന്താണ് മേരി ടീച്ചർ എന്നും എങ്ങനെ മേരി ടീച്ചർ എങ്ങനെ ഇതിലേക്ക് ആയെന്നും ഒക്കെ ഉള്ളതിനെ കുറിച്ചിട്ട് അടുത്ത വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. എല്ലാവർക്കും ആകാംക്ഷയാണ് എങ്ങനെ ടീച്ചർ ഡോക്ടറായി അല്ലെങ്കിൽ ഇങ്ങനെ ചികിത്സിക്കുന്ന കാരണം എന്താണ്. എല്ലാ കാര്യങ്ങളും നിങ്ങളെല്ലാവരും അറിയിക്കണമെന്ന് എനിക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്.